എന്നെ വിളിച്ച അങ്ങയുടെ സ്വർഗീയ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഉപരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയൊരു അഭിഷേകം ഈ കൂട്ടായ്മയുടെ മേൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഔസേപ്പിതാവേ, സകല സ്വർഗീയ വൃന്ദങ്ങളെ, മാലാഖമാരെ, വിശുദ്ധരെ, അപ്പോസ്തലന്മാരെ, പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിന്റെ, കേരളത്തിന്റെ മലയാളികളായ വിശുദ്ധ അൽഫോൺസാമേ, വിശുദ്ധ എഫ്രേസ്യാമേ, വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഇല്യാസച്ച, ഈ നിമിഷം നിങ്ങൾ സ്വർഗത്തിലിരുന്നുകൊണ്ട് എനിക്ക് വേണ്ടിയും ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. വചനം എല്ലാ സംരക്ഷണത്തിലൂടെ ഹൃദയമാകുന്ന വയലുകൾ ഒരുങ്ങിയിരിക്കുന്നു. ഇനി വചനമാകുന്ന വിത്തുകൾ പാകേണ്ട സമയമായിരിക്കുന്നു. ഒരു വിത്ത് പോലും പാഴാകാതെ എല്ലാ ഹൃദയങ്ങളിലും വചനം ആഴത്തിൽ പതിയുവാനായിട്ട് ഉപരിശുദ്ധാത്മാവേ, അവിടുന്ന് എല്ലാ ഹൃദയങ്ങളെയും തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം വഹിക്കും. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ പ്രിയമുള്ളവരെ, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ വളരെ സുപ്രധാനവും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായിട്ട് ഞാൻ ഇതിനെ കരുതുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓഫീസിൽ പോകുന്ന വഴിക്ക് ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ധരിച്ച ഒരു കോട്ടല്ല. തീർച്ചയായിട്ടും കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ ഈ കോട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കാം. ഹല്ലേലൂയ. ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിത പങ്കാളി ട്രീസ ഒരു ദിവസം ഇങ്ങനെ എന്നോട് പറയുണ്ടായി, ഒരു വിഷൻ പോലെ, വിനോദ്, ഐ ക്യാൻ സീ യു സ്റ്റാൻഡിങ് ഇൻ സെന്റ് മേരീസ് ചർച്ച് ദിസ് സ്റ്റേജ്. അപ്പൊ ഞാൻ തിരിച്ചു പറഞ്ഞത്, ഐ തിങ്ക് യു ആർ ഗോൺ മാഡ്. എനിക്ക് വട്ട എന്ന് തോന്നുന്നത് ഞാൻ പറഞ്ഞത്. ഒരിക്കലും എന്നെ കൊണ്ട് സാധിക്കില്ല, വേണമെങ്കിൽ നിന്നെ കൊണ്ട് സാധിക്കും എന്നായിരുന്നു ഞാനെന്ന് പറഞ്ഞത്. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി തിരിച്ചും വേറെയാണ്. ഗോഡ് ചൂസസ് ദി അൺക്വാളിഫൈഡ് ആൻഡ് ക്വാളിഫൈഡ്. ഹല്ലേലൂയ. ദൈവം അയോഗ്യരായവരെ തെരഞ്ഞെടുത്ത് യോഗ്യരാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ഒരു വാക്യം ഇന്നിവിടെ നിറവേറുകയാണ്. തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് ഞാൻ ഒരു വചനം പ്രഘോഷിക്കുന്നത്. ഈ ഒരു ധന്യ നിമിഷത്തെ ഓർത്ത് ദൈവത്തിന് ഞാൻ തീർച്ചയായിട്ടും വളരെയധികം കൂടാനുകൂടി നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം ദൈവത്തെ മനുഷ്യർക്ക്, പ്രത്യേകിച്ച് കത്തോലിക്ക ക്രിസ്ത്യാനികളായ നമുക്ക് എങ്ങനെ സേവിക്കാം, ശുശ്രൂഷിക്കാം എന്നതിനെ പറ്റിയാണ്. ഹല്ലേലൂയ. കുറെ അധികം ആശയങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പോവുകയാണെങ്കിൽ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കുക, ശ്രദ്ധിച്ചിരിക്കുക എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ചിന്തിക്കാവുന്ന മറ്റൊരു ചോദ്യം ഇതാണ്: ദൈവം എന്തുദ്ദേശത്തോടു കൂടെ നമ്മളെ, പ്രത്യേകിച്ച് കത്തോലിക്ക ക്രിസ്ത്യാനികളായ നമ്മളെ സൃഷ്ടിച്ചു? നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 5 ഉത്തരങ്ങളാണ് ഇതിന് കിട്ടുക. ഒന്ന്, ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ തന്റെ ഐശ്വര്യം പങ്കുവെക്കുവാനും സ്നേഹിക്കുവാനുമായി നാം ഓരോരുത്തരെയും സൃഷ്ടിച്ചു. ഹല്ലേലൂയ. 2, ദൈവം തന്റെ സ്വന്തം കുടുംബമായ കത്തോലിക്ക സഭയിലെ അംഗങ്ങളായിരിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരെയും സൃഷ്ടിച്ചു. ഹല്ലേലൂയ. 3, ദൈവം തന്റെ സ്വപുത്രനായ ദൈവവും കർത്താവുമായ യേശു ക്രിസ്തു ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്ന അതേ ജീവിത ശൈലി, അതേപോലെ നാം എല്ലാവരും ജീവിക്കണം എന്ന ഒരാഗ്രഹത്തോടു കൂടി ദൈവം സൃഷ്ടിച്ചു. ഹല്ലേലൂയ. 4, ദൈവം നാം ദൈവത്തെ തിരിച്ച് അങ്ങോട്ടും സേവിക്കുകയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്യണം എന്ന ഒരാഗ്രഹത്തോടു കൂടിയും ആണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. 5, ദൈവം നമുക്കെല്ലാവർക്കും ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാനായിട്ട് ഒരു പ്രത്യേക ദൗത്യമാണ്, ഒരു പ്രത്യേക കടമയുണ്ട്. ആ കടമ നാം എല്ലാവരും പൂർണ്ണ ഹൃദയത്തോടെ ചെയ്തു തീർക്കണം എന്ന ഒരു ആഗ്രഹത്തോടു കൂടി ദൈവം നമ്മളെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ 5 കാര്യങ്ങളിൽ നാം ഇന്ന് കാണാൻ പോകുന്ന, നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വിഷയം 4ാമത്തെ പോയിന്റാണ്. ദൈവം നാം തിരിച്ച് ദൈവത്തെ ശുശ്രൂഷിക്കണം അല്ലെങ്കിൽ സേവിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അതെങ്ങനെയാണെന്ന് നമുക്ക് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാം. ആദ്യം നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ മഹത്വവും നമ്മുടെ വിലയുമാണ്. നമുക്കറിയാം, ക്രിസ്ത്യാനികളായ നാം, പ്രത്യേകിച്ച് കത്തോലിക്കരായ നാം അംഗത്തിൽ വളരെ കുറവാണ്, എണ്ണത്തിൽ വളരെ കുറവാണ്, ഭാരതത്തിലാണെങ്കിലും ലോകത്തിൽ എവിടെയാണെങ്കിലും. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി
ചെറിയ അംഗത്വം കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്ന പ്രത്യേക ഉദ്ദേശ ലക്ഷ്യം ദൈവത്തിന് നമ്മുടെ മേലുണ്ട്. ഹല്ലേലൂയ. 1 പത്രോസ് 2:9 വചനം നമ്മളെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. ഹല്ലേലൂയ. വീണ്ടും വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ജെറമിയ 1:5 മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ഹല്ലേലൂയ. വീണ്ടും 1 തിമോത്തി 1:9 അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വിശുദ്ധമായ വിളിയിൽ നമ്മെ വിളിക്കുകയും ചെയ്തിരിക്കുന്നു. അത് നമ്മുടെ പ്രവൃത്തികളുടെ ഫലമായിട്ടല്ല, അവിടുത്തെ സ്വന്തം ഉദ്ദേശത്തെ മുൻനിർത്തിയും യുഗങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിൽ നമുക്ക് നൽകിയ കൃപാവരമനുസരിച്ചുമാണ്. ഹല്ലേലൂയ. ഈ വചനങ്ങളിലൂടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യം, നമ്മൾ വെറും സാധാരണക്കാരല്ല. തീർച്ചയായിട്ടും സാധാരണക്കാരിൽ സാധാരണയായിട്ട് നമുക്ക് ജീവിക്കാം, ജീവിതശൈലിയാകാം. പക്ഷെ നമ്മുടെ മഹത്വം നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ദൈവം വ്യക്തമായി വെളിപ്പെടുത്തുന്നു, നിങ്ങളെ ഞാൻ വളരെയധികം സ്പെഷ്യലായിട്ട്, വളരെ സ്നേഹത്തോടെ, വളരെ ക്രിട്ടിക്കലായിട്ടൊരു മാസ്റ്റർ പീസായിട്ട് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ദൈവം നമ്മളെ ഉപയോഗിച്ച് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനും ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് ഒരു ഉദാഹരണം, ഒരു 15 വയസ്സുള്ള ഒരു ആൺകുട്ടി, ഇദ്ദേഹം ഈ പയ്യൻ തന്റെ മാതാപിതാക്കളെ ചെറിയ നാളിൽ തന്നെ നഷ്ടപ്പെട്ടു. അതിനുശേഷം അലഞ്ഞു തിരിഞ്ഞ് റോഡ് സൈഡിൽ നടക്കുകയാണ്, കടതിണ്ണയിൽ കിടന്നുറങ്ങുന്നുണ്ട്, ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നുണ്ട്. ഏകദേശം ഒരു 21-ാമത്തെ വയസ്സാകുമ്പോൾ ഇവന്റെ ഒരു അങ്കിൾ, ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ്, ഒരു ദിവസം ഇവനെ കാണാൻ വരികയും ഇവന്റെ കയ്യിൽ ഒരു എൻവലപ്പ് കൊടുക്കുകയും ചെയ്യുന്നു. ഈ എൻവലപ്പ് പൊട്ടിച്ച് നോക്കുമ്പോൾ ഇവൻ കാണുന്നത് ഏകദേശം 100 കോടിയിലധികം ആസ്തിയുള്ള സമ്പത്ത് ഇവന്റെ മുത്തച്ഛൻ ഇവന്റെ പേർക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഏകദേശം 10 കോടിയിലധികം ക്യാഷും ഫിക്സഡ് ഡെപ്പോസിറ്റുമുള്ള എല്ലാ കാര്യങ്ങളും ഇവന്റെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, എന്തിനാ ഈ കഥ നമ്മൾ ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നാമും സാധാരണക്കാരായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവന്റെ ആ ഒരു മനോഭാവം നോക്കി, അവൻ 15 വയസ്സ് തൊട്ട് 21 വയസ്സ് വരെ വെറും സാധാരണക്കാരനായിട്ട് ജീവിച്ചു. എന്നാൽ അവന്റെ അങ്കിൾ ഈ ഒരു ബിൽ കൊണ്ട് കൊടുത്തപ്പോഴാണ് അവന് മനസ്സിലാകുന്നത് ഇവന് ഇത്രയധികം ആസ്തിയും മൂല്യവും ഉണ്ടെന്ന്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ആസ്തിയും നമ്മുടെ മൂല്യവും നാം അറിയുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനമായ പ്രശ്നം. കാര്യം, നാം എല്ലാരെയും പോലെ നമ്മുടെ ജീവിതചര്യകളുമായിട്ട്, നമ്മുടെ ദൈനംദിന ആവശ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ഒരു ഹൈഡ്രോളിക് ജാക്ക്. നമുക്കറിയാം, കാർ എല്ലാവരും ഓടിക്കുന്നുണ്ട്. ഒരു ടയർ പഞ്ചറായാൽ നമുക്ക് ഒരു ടയർ മാറ്റണമെങ്കിൽ, സ്റ്റെപ്പിന് മാറ്റണമെങ്കിൽ തീർച്ചയായിട്ടും ഈ കാറിനെ ഒന്ന് ലിഫ്റ്റ് ചെയ്യണം. നമുക്ക് ഏകദേശം ഒരു 3000 കിലോയുള്ള ഒരു കാറിനെ ഒരു ടയർ മാറ്റാനായിട്ട് 2 വിധത്തിൽ നമുക്ക് പ്രവർത്തിക്കാം. ഒന്ന്, ഒരു 100 കിലോഗ്രാം വീതം ഭാരമുള്ള അജാനബാഹുക്കളായ ഒരു 30 പേരെ വിളിക്കാം. 30 × 100 അവരെ കൊണ്ട് മൊത്തത്തിൽ പൊക്കി നിർത്തിക്കാം, എന്നിട്ട് ടയർ മാറ്റാം. 2, ഒരു ഹൈഡ്രോളിക് ജാക്ക്, ഒരു പാസ്കൽ തിയറിയാണ്. ഒരു ചെറിയ പ്രഷർ ഉപയോഗിച്ച് വലിയ മാസിനെ ലിഫ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനം. നമ്മൾ തീർച്ചയായിട്ടും ഒരു 3 കിലോഗ്രാം മാത്രമുള്ള ഒരു ജാക്ക് ഉപയോഗിച്ച് നമ്മൾ മൊത്തം കാറിനെ ടിൽറ്റ് ചെയ്ത് മേളിലേക്ക് കയറ്റുന്നുണ്ട്. ഹല്ലേലൂയ. അതുപോലെ തന്നെ നാം ചെറിയ അജഗണമാണ്, കത്തോലിക്കരായ നാം ചെറിയ അജഗണമാണ്. പക്ഷേ ചെറിയ അജഗണത്തെ കൊണ്ട് തന്നെ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് കർത്താവായ ദൈവം തീർച്ചയായിട്ടും പദ്ധതിയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. തീർച്ചയായിട്ടും നമ്മൾ വിളിക്കപ്പെട്ട ഒരു ജനതയാണ്, പ്രത്യേകതയോടെ സൂക്ഷ്മതയോടെ സൃഷ്ടിച്ചതാണ്. നമ്മുടെ മേൽ ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. നമ്മൾ സാധാരണക്കാരല്ല എന്ന് തീർച്ചയായിട്ടും നാം വചനത്തിൽ ശ്രമിച്ചു. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവം, ഈശോ നീതിയുടെ കാര്യത്തിൽ ഒത്തിരിയധികം ഊന്നൽ കൊടുക്കുന്ന നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 5:20 നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ, അറിയോ എന്താ ബാക്കി? നിങ്ങളുടെ നീതി ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന ഈശോ പറഞ്ഞേ? വാട്ട് എ സ്റ്റാഗറിംഗ് സ്റ്റേറ്റ്മെന്റ്. ക്രിട്ടിക്കൽ അല്ലെ? നമ്മളൊക്കെ സ്വർഗരാജ്യത്തിൽ പോകാനായിട്ട് കാത്തിരിക്കുന്നതാണ്. പക്ഷെ ഈശോ വളരെ തീർച്ചയായിട്ടും പറയാണ്, സോറി, നിങ്ങളുടെ നീതി അവരുടെ നീതിയേക്കാൾ അതിശയിക്കണം. അപ്പൊ ഈശോ എന്താണ് ആഗ്രഹിക്കുന്നത് വെച്ചാൽ, നന്മയുടെ തുളുമ്പുന്ന നിറകുടങ്ങളാകാനായിട്ടാണ് ഈശോ
നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ നീതി ഡിഫറെന്റ് ആണ്. നമുക്കറിയാം, നമ്മുടെ റാണി മരിയ സിസ്റ്റർ ഭോപ്പാലിലെ ഇൻഡോറിൽ ഏകദേശം 54 കുത്തുകളേറ്റ് മരിച്ചപ്പോൾ ആ സിസ്റ്ററിന്റെ അമ്മ ഈ കൊന്ന വ്യക്തിയായ സമുന്ദർ സിംഗിനെ തന്റെ വീട്ടിലേക്ക് വിളിക്കുകയും ഭക്ഷണം കൊടുത്ത് അവനെ ഒരു മകനെ പോലെ സ്വീകരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ഇതെന്ത് നീതിയാണ്? നമുക്കറിയാം, നിയമത്തിന്റെ മുന്നിൽ ഒരു വ്യക്തി കുറ്റക്കാരനാണെങ്കിൽ നിയമപരമായി അദ്ദേഹത്തെ ശിക്ഷിക്കാൻ നിയമത്തിന് സാധ്യതയുണ്ട്. എന്നാൽ ദൈവം പറയുന്നത് നിങ്ങളുടെ നീതി സാധാരണ നീതിയെക്കാളും അവരെ അതിശയിപ്പിക്കുന്ന നീതിയായിരിക്കണമെന്നാണ്. ഹല്ലേലൂയ. തീർച്ചയായിട്ടും മറ്റു പല കാര്യങ്ങളും നാം ചെയ്തു തീർക്കേണ്ട ഒരു ബ്രാക്കറ്റിൽ നിന്ന് മാത്രം ചെയ്യാതെ അതിന്റെ പുറത്തേക്ക് കൂടെ പോയി നന്മയുടെ നിറകുടങ്ങളായി കൂടുതൽ നന്മ ചെയ്തുകൊണ്ട് കൂടുതൽ നീതി ചെയ്യണമെന്ന് കർത്താവായ ഈശോ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇപ്പൊ നാം മനസ്സിലാക്കി നമ്മളൊരു പ്രത്യേക ജനഗണമാണ് അല്ലെ. ക്വാണ്ടിറ്റി കൊണ്ട് വളരെ കുറവാണ്, അംഗങ്ങൾ കുറവാണ്. എന്നാലും ഈശോ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക കാര്യം നാം സദാ സർവിങ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ശുശ്രൂഷിക്കാനും സേവിക്കാനും തയ്യാറുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം മുഴുവൻ ഇത് തന്നെ ആയിരിക്കണം നാം ചിന്തിക്കേണ്ടത്. കാര്യം വചനം ഇങ്ങനെ നമ്മൾ ഓർപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 20:28 ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകരുടെ മോചന ദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ നിങ്ങളും സേവിക്കും. ഹല്ലേലൂയ. വീണ്ടും വചനം 2 കൊരിന്ത്യൻസ് 8:9 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി, തന്റെ ദാരിദ്ര്യത്തിൽ നിങ്ങൾ സമ്പന്നരാകാൻ തന്നെ. ഹല്ലേലൂയ. ഇവരുടെ നാം കുറച്ചു പേരെങ്കിലും സമ്പന്നരാണെന്ന് ധരിക്കുന്നവരുണ്ടാകാം. പക്ഷെ നാം എപ്പോഴും ഓർക്കേണ്ട ഒരു അവസ്ഥ, മറ്റാരുടെയോ സാക്രിഫൈസ് കൊണ്ടാണ് തീർച്ചയായിട്ടും നാം സമ്പന്നരായിരിക്കുന്നത്. തീർച്ചയായിട്ടും വചനം നമ്മൾ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും സേവന മനോഭാവവും സേവിക്കാനും ചുറ്റുമുള്ളവരെ, വീണ്ടും നാം ജോലിയിലായിരിക്കുമ്പോൾ, ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ, എന്ത് ജോലി ചെയ്യുമ്പോഴും നമ്മൾ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കണം ചെയ്യേണ്ടത്. കർത്താവേ, ഞാൻ അങ്ങയെയാണ് സേവിക്കുന്നത്. ഓഫീസിൽ ഒരു അക്കൗണ്ടൻസിന്റെ ജോബ് ചെയ്യുന്നവരായിരിക്കാം, ഫിനാൻസ് നോക്കുന്നവരായിരിക്കാം, അഡ്മിനിസ്ട്രേഷൻ നോക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഡെലിവറീസ് നോക്കുന്നവരായിരിക്കാം, മാനേജേഴ്സ് ആയിരിക്കാം. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും നമ്മുടെ ബോസിന് വേണ്ടി നമ്മൾ ജോലി എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിക്ക് വേണ്ടി ജോലി എടുക്കുന്നു. പക്ഷേ തീർച്ചയായിട്ടും ഫോർ എക്സാമ്പിൾ ബുർജ് ഖലീഫ, ആ പ്രോജക്റ്റിന് വേണ്ടി ഒത്തിരി പേര് ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട്, ഒത്തിരി കമ്പനീസ് ജോലി ചെയ്തിട്ടുണ്ട്. അവരറിയാതെ തന്നെ അവരുടെ ജോലി ദൈനംദിന ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ നോക്കി, ആ ടവറിന്റെ ഓണേഴ്സ്, ഓരോ ഫ്ലാറ്റിലുള്ളവർ കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ പോകും. ചിലപ്പോൾ 10, 30, 50 വർഷം കഴിയുമ്പോൾ പോകും. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഓണേഴ്സ്, ഇമാരാണ് ഇപ്പോഴത്തെ ഓണേഴ്സ്, കുറച്ച് നാൾ കഴിയുമ്പോൾ അവിടെ ഓണേഴ്സ് മാറിപ്പോകും. പക്ഷെ എന്നാലും ഒരു 200 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 250 വർഷത്തിന് ശേഷം തീർച്ചയായിട്ടും ആ ടവർ നിൽക്കുകയാണെങ്കിൽ 200 വർഷത്തിന് മുമ്പുണ്ടായിരുന്നവരല്ലാതെ ആസ്വദിക്കാൻ പോകുന്നത്. അപ്പോൾ ആൾക്കാർ വന്നു പോവും, ഇരിക്കും. പക്ഷേ ഇത് നിൽക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നാം ഓരോ ജോലി ചെയ്യുമ്പോഴും നാം നിരന്തരം പറയേണ്ടത്, കർത്താവേ, അങ്ങേക്ക് വേണ്ടി ഞാൻ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വീണ്ടും നിയമാവർത്തന പുസ്തകം 15:11 ഇങ്ങനെ പറയുന്നു, ഭൂമിയിൽ ദരിദ്രർ എന്നും ഉണ്ടായിരിക്കും. ആകയാൽ നിന്റെ നാട്ടിൽ വസിക്കുന്ന അഗതിയും ദരിദ്രനുമായ നിന്റെ സഹോദരന് വേണ്ടി കൈ അയച്ചു കൊടുക്കുക എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇത് മറ്റുള്ളവർക്കുള്ള വചനമല്ല, നമ്മോട് ദൈവം കൽപ്പിക്കുന്നതാണ്. നാം എപ്പോഴും സന്നദ്ധരായിരിക്കണം മറ്റുള്ളവരെ സഹായിക്കാനും സേവിക്കാനും. ചുറ്റുമുള്ളവർ നമ്മുടെ നാട്ടിലെ പോലെ രക്ഷക്കാരും അങ്ങനെ ഒത്തിരി തെണ്ടിതിരി നടക്കുന്നവരൊന്നും ഇവിടെയില്ല. എന്നാൽ നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു മോളിൽ പോയി നമ്മൾ അവിടെ ഒരു ടോയ്ലറ്റ് ഉപയോഗിച്ചു, അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവിടെ ടോയ്ലറ്റ് കഴുകാനായിട്ട് നിൽക്കുന്ന വ്യക്തികളുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അവരെ സഹായിക്കാം. ഒരു പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിക്കുന്നു, അതിനുശേഷം നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്നു. അവന് ഉച്ചവെയിലത്ത് നിന്ന് വളരെയധികം കഷ്ടപ്പെടുന്നതാണ്, അവരെ നമുക്ക് സഹായിക്കാം. വണ്ടി ഓടിച്ചു പോകുമ്പോൾ മുനിസിപ്പാലിറ്റി വർക്കേഴ്സ് റോഡിലെ കച്ചറയൊക്കെ പറക്കിക്കൊണ്ട് നടക്കുന്ന വ്യക്തികളുണ്ട്, നമുക്ക് അവരെയും ഒന്ന് സഹായിക്കാം. കാര്യം നമ്മളായിരിക്കുന്ന സമയത്ത് നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കാതെ മറ്റുള്ളവരെ സഹായിക്കേണ്ട ഒരു സന്നദ്ധ മനോഭാവം ഉണ്ടായിരിക്കണമെന്ന് ദൈവം തീർച്ചയായിട്ടും നമ്മളോട് ആവശ്യപ്പെടുന്നു. റോമ 14:12 ആകയാൽ നാം ഓരോരുത്തരും ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സമ്പന്നത എന്നത് സ്വയം നേടുന്നതിലല്ല, സമ്പന്നത എന്നത് എത്ര നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതിലാണ്. ഈശോ തന്നെ പറഞ്ഞു, ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും സ്വീകരിക്കുന്നതിനേക്കാൾ നൽകുന്നതും ഉത്തമം. ഹല്ലേലൂയ.
തീർച്ചയായിട്ടും നമ്മുടെ അവസാന വിധിനാളിൽ യേശു ചോദിക്കുന്ന ഏകദേശം 6 കാര്യങ്ങളുണ്ട്. ഒന്ന്, നീ എത്ര പേർക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കൊടുത്തു? എത്ര പേർ ദാഹിച്ചപ്പോൾ കുടിക്കാൻ കൊടുത്തു? എത്ര പേർ പരദേശിയായിരുന്നപ്പോൾ നീ സ്വീകരിച്ചു? എത്ര പേർ നഗ്നനായിരുന്നവരെ നീ ഉടുപ്പിച്ചു? എത്ര പേർ രോഗിയായിരുന്നു? നീ എത്ര രോഗികളെ സന്ദർശിച്ചു? എത്ര പേർ കാരാഗ്രഹത്തിലുണ്ടായിരുന്നു? എത്ര പേരെ നീ സന്ദർശിച്ചു? ഹല്ലേലൂയ. തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും മനസ്സിലാക്കേണ്ട ഒരു വേറൊരു പോയിന്റ് കൂടെ ഉള്ളത്, നമുക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ ദാനങ്ങളും ദൈവത്തിന്റെ വരങ്ങളും ദൈവത്തിന്റെ കൃപയും നൽകപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ അതിനെപ്പറ്റി കണ്ടംപ്ലേറ്റ് ചെയ്യുന്നില്ല, ചിന്തിക്കുന്നില്ല, അതിനെപ്പറ്റി ഓർക്കുന്നത് തന്നെയില്ല. എന്നാൽ നേരത്തെ നമ്മൾ കണ്ടു, ദൈവം വളരെ വലിയ സൂക്ഷ്മതയോടെ പദ്ധതിയോടെയാണ് ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ആയിട്ടാണ് നമ്മളെ തീർച്ചയായിട്ടും ഈ ലോകത്തേക്ക് വിട്ടിരിക്കുന്നത്. ഈ ഹൈഡ്രോളിക് ജാക്ക് പോലെ കുറച്ച് പേര് വെച്ച് വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, നന്മയുടെ തുളുമ്പുന്ന കുടങ്ങളായിട്ട് മാറാനായിട്ട്. ഈശോ പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ഭൂമിയുടെ പ്രകാശമാണ്. ഉപ്പും ഉപ്പിലിട്ടതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഉപ്പിലിട്ടത് കുറച്ചു നേരം ഉപ്പ് പോലെ തോന്നിക്കും, എന്നാൽ ഉപ്പ് സദാസമയവും ഉപ്പായിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ പ്രകാശമാണെന്നാണ് പറഞ്ഞത്, നിങ്ങൾ എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കണമെന്നാണ് പറഞ്ഞത്. നമ്മളോട് തന്നെയാണ് പറഞ്ഞത്. ഹല്ലേലൂയ. തീർച്ചയായിട്ടും വചനം നമ്മൾ സ്ഥിരീകരിക്കുന്നു, നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന്റെ കൃപാവരങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. എഫേസോസ് 4:7 നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിന്റെ ദാനത്തിനനുസൃതമായി കൃപ നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും 1 കൊരിന്ത്യൻസ് 1:26-29 സഹോദരരെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവെളിയെപ്പറ്റി തന്നെ ചിന്തിക്കുവിൻ. ലൗകിക മാനദണ്ഡമനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല, ശക്തരും കുലീനരും അധികമില്ല. എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ദോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്തോസ് 7:17 ദൈവത്തിന്റെ നിയോഗവും വിളിയും അനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കട്ടെ. ഇതാണ് എല്ലാ സഭകളോടും ഞാൻ കൽപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം ആക്ഷൻ ഓറിയന്റഡ് ആയിട്ട് ഒരു ജീവിതം ജീവിക്കണമെന്ന് തീർച്ചയായിട്ടും ദൈവം ആഗ്രഹിക്കുന്നു. വാക്കുകൊണ്ട് വിശുദ്ധരാകാതെ നമ്മുടെ പ്രവൃത്തിയിലൂടെ എപ്പോഴും സന്നദ്ധതയോടെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് സഭയെയും ചർച്ചിനെയും മറ്റുള്ളവരെയും എപ്പോഴും സേവിച്ചുകൊണ്ടും ശുശ്രൂഷിച്ചുകൊണ്ടും ഇരിക്കണമെന്ന് തീർച്ചയായിട്ടും ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നു. 1 കൊരിന്തോസ് 2:14 ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകിയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം ഒരു ഒഴുക്കിപ്പെട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു നിമിഷം നിന്ന് തിരിഞ്ഞു നോക്കേണ്ടത്, ദൈവം പറയുന്ന വചനത്തിലൂടെ വീണ്ടും വീണ്ടും നിനക്ക് ഞാൻ ദാനങ്ങളും കഴിവുകളും തന്നിട്ടുണ്ട്. പക്ഷെ ഈ കഴിവുകൾ നമ്മൾ എത്രയുണ്ടെന്ന് ബ്രഷ് ചെയ്ത് നോക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നം. വീണ്ടും 1 കൊരിന്തോസ് 12:31 ഉത്കൃഷ്ട ദാനങ്ങൾക്ക് വേണ്ടി തീക്ഷ്ണമായി അഭിലഷിക്കുവിൻ. ഉത്തമമായ മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഈ ദാനങ്ങളും വരങ്ങളും നമ്മൾ തീർച്ചയായിട്ടും അഭിലഷിക്കണമെന്നാണ് വചനം നമ്മളോട് പഠിപ്പിക്കുന്നത്. നമ്മൾ തീർച്ചയായിട്ടും ചോദിച്ചു മേടിക്കേണ്ട കാര്യം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി വീണ്ടും ഈ നമ്മുടെ ഈ ദാനങ്ങളാണെങ്കിൽ വരങ്ങളാണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. കാര്യം ആർക്കും ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ സാധിക്കില്ല. ഒരു അവയവമല്ല, പലത് ചേർന്നതാണ് ശരീരം. ഞാൻ കൈ അല്ലാത്തതിനാൽ ശരീരത്തിന്റെ ഭാഗമല്ല എന്ന് കാൽ പറഞ്ഞാൽ അത് ശരീരത്തിന്റെ ഭാഗമല്ലെന്ന് വരുമോ? അതുപോലെ തന്നെ ഞാൻ കണ്ണല്ലാത്തതിനാൽ ശരീരത്തിന്റെ ഭാഗമല്ല എന്ന് ചെവി പറഞ്ഞാൽ അത് ശരീരത്തിന്റെ ഭാഗമല്ലെന്ന് വരുമോ? ശരീരം ഒരു കണ്ണ് മാത്രമായിരുന്നെങ്കിൽ ശ്രവണം സാധ്യമാകുന്നത് എങ്ങനെ? ശരീരം ഒരു ചെവി മാത്രമായിരുന്നെങ്കിൽ ശ്രവണം സാധ്യമാകുന്നത് എങ്ങനെ? ഹല്ലേലൂയ. തീർച്ചയായിട്ടും ഒരുമിച്ച് ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിൽ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമുക്ക് ഓർമ്മയുണ്ട് നമ്മുടെ മുംബൈ ടെറർ അറ്റാക്ക്. അവിടെ അജ്മൽ കസബും ഒരു ടീമും വന്ന് ഒത്തിരിയധികം ആക്രമണം അയച്ചു. പക്ഷെ അവിടെ അവരെ നേരിടാനായിട്ട് ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെയാണ് നമ്മുടെ മിലിറ്ററി അയച്ചത്. സാധാരണ കുറച്ച് പോലീസുകാരെ അല്ല അയച്ചത്, സാധാരണ പട്ടാളക്കാരെയും അല്ല അയച്ചത്. വളരെ സ്പെഷ്യൽ ആയിട്ട് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പറ്റം ആൾക്കാരെയാണ് അയച്ചത്. നമ്മുടെ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഓർമ്മയുണ്ടാവും. അപ്പോ ഈ ഒരു ദൗത്യ നിർവഹണവുമായിട്ട് കുറച്ച് ആൾക്കാരാണ് പോകേണ്ടത്. അവരെ പിടിക്കാൻ 500 പോലീസിനെയോ 1000 പട്ടാളത്തിനെ വിട്ടിട്ട് കാര്യമില്ല. വളരെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ചെറിയ ഗണത്തെ വിട്ടു വേണം അവരെ കീഴടക്കാൻ. അത് തന്നെ അവർ ചെയ്യുകയും ചെയ്തു. അതുപോലെ ചെറിയ ഗണമായിരുന്നുകൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ
തീർച്ചയായിട്ടും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. 1 പത്രോസ് 4:10 ഓരോരുത്തരും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിന്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥൻ എന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമ 15:1 ഈ നാം മറ്റുള്ളവരെ സഹായിക്കുകയും സേവിക്കുകയും ചെയ്യുമ്പോഴെല്ലാം നാം സ്വീകരിക്കേണ്ട ഒരു മനോഭാവം കൂടെ അവിടെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. റോമ 15:1 ബലമുള്ളവരായ നാം ദുർബലരുടെ പോരായ്മകൾ സഹിക്കുകയാണ് വേണ്ടത്, നമ്മെ തന്നെ പ്രീതിപ്പെടുത്തുകയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ പെട്ടെന്ന് റിവൈൻഡ് ചെയ്യാം. നമ്മളിന്ന് ചിന്തിച്ച വിഷയം, ആദ്യം ദൈവം നമ്മളെ എന്തുദ്ദേശത്തോടു കൂടെ സൃഷ്ടിച്ചു എന്നുള്ള 5 പോയിന്റ്സ് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം ദൈവം വളരെ പ്രത്യേകതയോടെ, വളരെ സൂക്ഷ്മതയോടെ, ഒരു സ്പെഷ്യലായിട്ട്, ഒരു മാസ്റ്റർ പീസായിട്ട് നാം ഓരോരുത്തരെയും സൃഷ്ടിച്ചു എന്ന് മനസ്സിലാക്കി. രണ്ടാമതായിട്ട്, നിരന്തരം സേവനത്തിലും ശുശ്രൂഷയിലും ആയിരിക്കണമെന്നുള്ള ഒരു വിളി നമ്മുടെ മേലുണ്ടെന്ന് മനസ്സിലാക്കി. നാലാമതായിട്ട്, നാം ഓരോരുത്തരുടെ മേലും ദൈവത്തിന്റെ കൃപാവരങ്ങൾ സമൃദ്ധമായി ചൊരിയപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്ന് മനസ്സിലാക്കി. വീണ്ടും ഒരു കൂട്ടായ്മയിലായതുകൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നാം മനസ്സിലാക്കി. ഇനി ദൈവത്തെ സേവിക്കാൻ, ദൈവത്തെ ശുശ്രൂഷിക്കാൻ 3 മാർഗങ്ങൾ കൂടെ ഇവിടെ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഫസ്റ്റ്, ആദ്യത്തെ മാർഗം എ ട്രൂ ഹാർട്ട്, ഒരു പരമാർത്ഥമായ ഒരു ഹൃദയമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. വചനം ഇങ്ങനെ നമ്മളെ ഓർപ്പിക്കുന്നു. പ്രോവേർബ്സ്, സുഭാഷിതങ്ങൾ 27:19 വെള്ളത്തിൽ മുഖം പ്രതിബിംബിക്കുന്നത് പോലെ മനുഷ്യന്റെ മനസ്സ് അവനെ തന്നെ പ്രതിഫലിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. തീർച്ചയായിട്ടും നാം ഓരോ പ്രവൃത്തി ചെയ്യുമ്പോൾ, ഒരു കുനിഞ്ഞൊരു ടിഷ്യൂ എടുത്ത് നമ്മളൊരു ബോക്സിനകത്ത് ഇടുമ്പോഴും, ദൈവമേ ഞാനിത് അങ്ങേക്ക് വേണ്ടി ചെയ്യുന്നു എന്ന മനോഭാവത്തോടു കൂടി ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരെ കാണിക്കാനല്ല ഒന്നും ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും നമുക്കൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ദൈവമേ ഞാൻ അങ്ങേ ബോധിപ്പിക്കാനും അങ്ങേ കാണിക്കാനും വേണ്ടി ഞാൻ ചെയ്യുന്നു എന്നുള്ള ബോധ്യത്തോടെ. പ്രൈസ് ദി ലോർഡ്. വീണ്ടും സുഭാഷിതങ്ങൾ 4:23 നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക, ജീവന്റെ ഉറവുകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ഹൃദയം തന്നെയാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കാപട്യമില്ലാതെ, വഞ്ചനയില്ലാതെ, പ്യുവർ ഹാർട്ട്, 100% പ്യുവർ ഹാർട്ട്. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 12:34 ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അതിനെ സംസാരിക്കുന്നത്. നമ്മൾ ഒത്തിരി മുഖ്യം എല്ലാ പാപങ്ങളും ആക്ച്വലി 2 അവയവങ്ങളിലൂടെയാണ് പുറപ്പെടുന്നത്. 1 കണ്ണ്, 2 നാവ്. ഒന്ന് ഓർത്ത് നോക്കിയേ, ഈ 2 അവയവങ്ങളും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ കാണുന്ന ലോകത്ത് നടക്കുന്ന ഒരു തിന്മകളും ഉണ്ടാവില്ലായിരുന്നു. തീർച്ചയായിട്ടും നാവിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഈശോ നമ്മളോട് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 12:34 അണലി സന്തതികളെ, ദുഷ്ടരായിരിക്കെ നല്ല കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അതിനം സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു, ദുഷ്ടനാകട്ടെ തിന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവളൊരു വീണ്ടും സേവനത്തിലായിരിക്കുമ്പോൾ രണ്ടാമത്തെ മാർഗം, ടിപ്പ്, തീർച്ചയായിട്ടും നമ്മുടെ ദശാംശം 100% 100% ദശാംശം എന്നല്ല പറഞ്ഞത്. നമ്മുടെ നിയമം 10% പറയുന്നത്. പക്ഷേ റാണി മരിയ സിസ്റ്ററിന്റെ അമ്മ ചെയ്തതുപോലെ 10% നിയമമാണെങ്കിൽ ഈശോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിൽ കൂടുതൽ തന്നെയാണ്. നമ്മുടെ സാലറി, ഫോർ എക്സാമ്പിൾ, ഒരു 5000 dirhams ആണ് നമ്മുടെ സാലറി എന്ന് വെക്കുക. തീർച്ചയായിട്ടും ആദ്യം അതിന്റെ 10%, ഒരു 500 dirhams മാറ്റിവെക്കുക. എന്നിട്ട് സ്വയം വിചാരിക്കുക, എന്റെ സാലറി 4500 ഉള്ളൂ, അതിൽ ഞാൻ ജീവിക്കാൻ പോവുകയാണ്. ആക്ച്വലി ഈശോ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ നിയമം, നിങ്ങളുടെ നീതി മറ്റുള്ളവരെ അതിശയിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ 10% കൂട്ടുകയും ചെയ്യാം. ഹല്ലേലൂയ. പക്ഷെ തീർച്ചയായിട്ടും നമ്മുടെ ദശാംശം കൊടുത്തു തന്നെ ഇരിക്കണം. ഞാൻ ഓർക്കുന്നു, എൻ്റെ ഒരു ബ്രദർ, പുള്ളി എന്നോട് ഒരു ദിവസം ചോദിക്കുകയായിരുന്നു, ഈ നമ്മുടെ ദശാംശത്തെ പറ്റി സംസാരിച്ചപ്പോൾ, എനിക്ക് 2 പെൺമക്കളുണ്ട്, അവരുടെ പേരിൽ ദശാംശം എഴുതി വെച്ചാൽ മതിയോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവളവരെ നാം മനസ്സിലാക്കണം, ദശാംശം എങ്ങനെയാണ് കൊടുക്കേണ്ടത് മനസ്സിലാക്കി തന്നെ കൊടുക്കണം. തീർച്ചയായിട്ടും കുടുംബത്തിനകത്ത് മക്കൾക്ക് എഴുതി വെക്കുന്നതല്ല ദശാംശം. പ്രൈസ് ദി ലോർഡ്. മലാഖിയുടെ പുസ്തകം 3:8-11 മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കാമോ? എന്നാൽ നിങ്ങൾ എന്നെ കൊള്ള ചെയ്യുന്നു.
എങ്ങനെയാണ് ഞങ്ങൾ അങ്ങേ കൊള്ള ചെയ്യുന്നതെന്ന് നിങ്ങൾ ചോദിക്കുന്നു. ദശാംശങ്ങളിലും കാഴ്ചകളിലും തന്നെ. നിങ്ങൾ ജനം മുഴുവനും എന്നെ കൊള്ള ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ അഭിഷക്തരാണ്. ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ. എന്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകട്ടെ. ഞാൻ നിങ്ങൾക്കായി സ്വർഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുവിൻ. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്തെ മാർഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ നമ്മുടെ എക്സ്പീരിയൻസ് യുഗാരംഭം മുതൽ, ലോക സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്ന് വരെ ജീവിച്ച ഏത് വ്യക്തിക്കും ഡ്യൂപ്ലിക്കേഷനില്ലാത്ത 4 കാര്യങ്ങളുണ്ട്. 1 അവന്റെ ഫിംഗർ പ്രിന്റ്സ്, 2 അവന്റെ കൃഷ്ണമണിയുടെ പ്രത്യേകത, 3 അവന്റെ ഹാർട്ട് ബീറ്റ്, മെഡിക്കൽ സയൻസ് ഉള്ളവർക്ക് അറിയാം, 4 ഓരോ വ്യക്തിക്കുള്ള അനുഭവങ്ങൾ, അവൻ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന, കേൾക്കുന്ന, സ്വയമേ അനുഭവിച്ചറിയുന്ന അനുഭവങ്ങൾ. തീർച്ചയായിട്ടും ദൈവം ആഗ്രഹിക്കുന്നത് ഈ അനുഭവങ്ങളെല്ലാം നമ്മുടെ കൂട്ടായ്മയിൽ പങ്കുവച്ച് ഓപ്പണായിട്ട് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. കാര്യം ഈ അനുഭവങ്ങൾ പലപ്പോഴും ചില പ്രത്യേക അനുഭവങ്ങൾ നമ്മൾ മൂടി വെക്കാനും മറച്ചു വെക്കാനും ഒളിച്ചു വെക്കാനും ചമ്മലോടുകൂടി പറയാതിരിക്കാനും ശ്രമിക്കുന്നതാണ്. എന്നാൽ ഈശോ ആഗ്രഹിക്കുന്ന അങ്ങനെയല്ല. നിങ്ങളുടെ അനുഭവങ്ങൾ വളരെ വ്യത്യസ്തങ്ങളാണ്. അത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കൂട്ടായ്മയിൽ നിങ്ങളുടെ മറ്റുള്ളവരുമായിട്ട് പറഞ്ഞു തന്നെ പ്രാർത്ഥിക്കണമെന്ന്. 2 കൊരിന്തോസ് 1:4 ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിന് ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ നമ്മൾ അത് ഒളിച്ചു വെക്കാനോ മറച്ചു വെക്കാനോ അല്ല. തീർച്ചയായിട്ടും ഈ അനുഭവം വേറൊരു വ്യക്തിക്ക് അതൊരു അനുഗ്രഹമാകാം. ഹല്ലേലൂയ. 2 കൊരിന്തോസ് 12:9-10 എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. പലപ്പോഴും നമ്മൾ സംസാരത്തിൽ നമ്മൾ പ്രശംസിക്കുന്നത് സ്വയം പ്രശംസിക്കാറുണ്ട്. എന്നാൽ ദൈവവചനം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ സ്വയം പ്രശംസിക്കുകയല്ല, നിങ്ങളുടെ ബലഹീനതകളെ ഓർത്ത് പ്രശംസിക്കുവിൻ. വചനം ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തീർച്ചയായും പ്രിയമുള്ളവരെ, നമ്മുടെ അനുഭവങ്ങൾ പങ്കുവെക്കേണ്ടത് ഈ ദൈവം തീർച്ചയായും ആഗ്രഹിക്കുന്നു. ഞാൻ സമർപ്പിക്കുകയാണ്. നമ്മൾ 8 പോയിന്റ്സും 2 ഉദാഹരണങ്ങളുമാണ് ഞാൻ ഷെയർ ചെയ്തത്. പോയിന്റ് നമ്പർ 1, ദൈവം നമ്മളെ സൃഷ്ടിച്ചത് വളരെ പ്രത്യേകമായ 5 പദ്ധതികളോടുകൂടി. പോയിന്റ് നമ്പർ 2, ദൈവം നമ്മളെ വളരെ പ്രത്യേകതയോടെ സൃഷ്ടിച്ചു. ഒരു സാധാരണ മനുഷ്യരായിട്ടല്ല സൃഷ്ടിച്ചത്. പോയിന്റ് നമ്പർ 3, ദൈവം നമ്മൾ ഒരു ദൈവത്തെ നമ്മൾ സേവിക്കണം എന്നൊരു ആഗ്രഹത്തോടെയാണ് തീർച്ചയായിട്ടും നമ്മളെ സൃഷ്ടിച്ചത്. അതുപോലെ തന്നെ നമ്മൾ കൂട്ടായ്മയിൽ ആയതുകൊണ്ട് വേണം നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ. എല്ലാവരിലും ഗിഫ്റ്റ് സമൃദ്ധമായി ചൊരിഞ്ഞിട്ടുണ്ട്. 3 വഴികൾ നമ്മൾ കണ്ടത്. 1 ശുദ്ധമായ ഹൃദയം, 2 നമ്മുടെ ഗീവ് ടൈറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ദശാംശം കൊടുക്കണം. തീർച്ചയായിട്ടും നമ്മുടെ എക്സ്പീരിയൻസസ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തിൽ നൽകിക്കൊണ്ട് നമുക്ക് ആരാധനയിലേക്ക്